ദിലീപുമായി വിവാഹബന്ധം വേർപെടുത്താൻ ഇടയായ സാഹചര്യം അതിൽ പ്രധാന കണ്ണിയായി വർത്തിച്ചത് ഈ നടിയാണ്, ഈ അതിജീവിതയായ നടിയാണ് എന്ന വാദമാണ് പിന്നീട് ഉടനീളം പ്രോസിക്യൂഷൻ അത്തരത്തിൽ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദിലീപിന് മനസ്സിലായി എന്നുള്ളതും അത് പിന്നീട് ദിലീപിന് ഈ നടിയോടുള്ള വലിയ വൈരാഗ്യത്തെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദമായി മുന്നോട്ട് വെച്ചത്. ഇതിന് ഉപോത്ബലകമായി അവർ ചൂണ്ടിക്കാട്ടിയ കാര്യം മഞ്ജുവിന്റെ മൊഴി തന്നെയായിരുന്നു. നമുക്കറിയാം 1998 10 മാസം ആണ് മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. പിന്നീട് 17 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം 2015 1 മാസത്തിൽ ജനുവരി മാസത്തിൽ ഇവരുടെ വിവാഹമോചനം നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഡിഗ്രി അത് വളരെ പ്രധാനമായി എക്സിബിറ്റ് നമ്പർ P22 കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ. അതിൽ ഒരു കോൺട്രഡിക്ഷൻ കണ്ടെത്തിയത് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ നേരിട്ട് ഇടപെട്ട് തന്നെയാണ് ഒരു മ്യൂച്വൽ പെറ്റീഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ്. വിവാഹമോചനത്തിന്റെ ആദ്യ ഹർജി നൽകിയത് ദിലീപായിരുന്നു. ദിലീപ് മാത്രം നൽകിയ ഒരു ഹർജിയായിരുന്നു. അത് പിന്നീട് മ്യൂച്വലായി ഈ ഹർജിയിലേക്ക് എത്തിച്ചത് മഞ്ജു വാര്യരുടെ ഇടപെടലാണ്. അതായത് അതിൽ ചില പോയിന്റ്സുകൾ, അതായത് ദിലീപിനെതിരെ ആരോപണം ഉന്നയിക്കാൻ കാവ്യയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന ചില പോയിന്റുകൾ ചേർത്ത് അത് കോടതിയിൽ തെളിയിക്കാൻ മഞ്ജുവിന് കഴിയുമോ എന്ന സംശയമാണ് ഒരു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ജുവിനെ പ്രേരിപ്പിച്ചത് എന്ന വാദം അഡ്വക്കേറ്റ് രാമൻപിള്ള ദിലീപിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു കോടതിയിൽ. ആ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി ഉത്തരം പറയാൻ ആദ്യഘട്ടത്തിൽ മഞ്ജുവിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ആദ്യം മഞ്ജു വാര്യർ അഭിഭാഷകനെയും ബന്ധുക്കളെയും വിട്ട് ദിലീപിനോട് തങ്ങളുടെ ഡിവോഴ്സ് പെറ്റീഷൻ മ്യൂച്വൽ ആകാം എന്ന് ആവശ്യപ്പെടുന്നത് മഞ്ജു വാര്യരാണ് എന്ന കാര്യം പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് മഞ്ജു കോടതിയിൽ മറുപടി പറഞ്ഞത് തനിക്ക് അത്തരം കാര്യങ്ങൾ ഓർക്കാനാകുന്നില്ല എന്നുള്ളതാണ്. ഇത് കോടതിക്ക് മുന്നിൽ വളരെ പ്രധാന ഒരു കാര്യമായി കോടതി ഈ വിധിന്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഇതിന്റെ ഒരു നാൾ വഴികളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകണം. പ്രേക്ഷകർക്ക് അതുമായി ബന്ധപ്പെട്ട കൗതുകം ഉണ്ടാവും. എന്താണ് മഞ്ജു കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴി എന്നുള്ളതാണ്. അതായത് 12/2/2012 ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അന്നാണ് ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ, ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല, ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ്, ദിലീപിന്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത്. അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു. അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത്. തുടർന്ന് മഞ്ജു ഈ മെസ്സേജിൽ കണ്ട് ഞെട്ടിപ്പോവുകയും, കാരണം അന്ന് മഞ്ജുവും കാവ്യയുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ്. ഒരിക്കലും ഇത്തരം ഒരു ബന്ധം തന്റെ ഭർത്താവുമായി കാവ്യക്കുണ്ട് എന്നൊരു തരത്തിലും മഞ്ജുവിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിന്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട്. കൊച്ചിയിലെ നടിയെ ആക്രമിച്ച കേസിലെ മഞ്ജു വാര്യരുടെ മൊഴി നിർണായകമാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പ്രോസിക്യൂഷൻ. എന്നാൽ ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിലെ ഈ ഒരു മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് ദിലീപിന് സഹായകമായി. 2017 നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായിട്ട് പീഡിപ്പിച്ച കേസിലെ കാവ്യ മാധവനുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് ആദ്യ ഭാര്യയോട്, അതായത് മഞ്ജു വാര്യരോട് പറഞ്ഞതുകൊണ്ടാണ് ദിലീപിന്റെ ഈ ഒരു വൈരാഗ്യവും പ്രതികാരവുമാണ് ആക്രമണത്തിനുള്ള ഉദ്ദേശ്യമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം. എന്നാൽ ഈ ഒരു ആരോപണത്തിന് മതിയായിട്ടുള്ള ഒരു തെളിവില്ല എന്നുള്ള വിലയിരുത്തൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തുകയും ചെയ്തു. മലയാള സിനിമാ മേഖലയിൽ ദിലീപ് തനിക്ക് അവസരങ്ങൾ നിഷേധിച്ചു എന്നുള്ള അതിജീവിതയുടെ വാദത്തിനും അവരുടെ വാക്കാലുള്ള മൊഴിയല്ലാതെ ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല എന്നും കോടതി നിരീക്ഷിച്ചു. ഇതും കേസിലെ നിർണായകമായി. ഇതൊക്കെ കൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത്. കാവ്യ ദിലീപിന്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ച സന്ദേശങ്ങൾ മഞ്ജു വാര്യർ വായിച്ചതോടെയാണ് ഈ ഒരു ബന്ധം ആദ്യമായിട്ട് പുറത്തു വന്നത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഈ സന്ദേശങ്ങൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. സന്ദേശങ്ങൾ കണ്ടെന്ന് അവകാശപ്പെട്ട മഞ്ജു അതിന്റെ ഉള്ളടക്കം വെളിപ്പെടുത്തിയിട്ടുമില്ല. സന്ദേശങ്ങൾ സ്വകാര്യ സ്വഭാവമുള്ളതായിരുന്നു എന്നുള്ള വാദമൊഴിച്ചാൽ 2012 ഫെബ്രുവരി 12 മഞ്ജു കണ്ടെന്ന് പറയപ്പെടുന്ന സന്ദേശങ്ങളുടെ ഉള്ളടക്കം അത് സ്ഥാപിച്ചെടുക്കാൻ കോടതിക്ക് മുന്നിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മഞ്ജു വാര്യർ ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥനോട് തനിക്ക് സന്ദേശങ്ങളെ കുറിച്ച് നേരിട്ട് അറിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ദിലീപിന്റെ മൊബൈൽ ഫോണിൽ വെച്ചാണ് കണ്ടതെന്ന് പറഞ്ഞിരുന്നില്ല. രണ്ടാമത്തെ മൊഴിയിൽ ദിലീപിന്റെ ഫോണിൽ വെച്ച് കാവ്യയും ദിലീപും തമ്മിലുള്ള സന്ദേശങ്ങൾ കണ്ടിരുന്നു എന്ന് അവർ പറഞ്ഞു. എന്നാൽ കോടതിയിൽ മൊഴി നൽകുമ്പോൾ 2012 ഫെബ്രുവരി 12 ദിലീപിന്റെ പഴയ മൊബൈൽ ഫോണിലാണ് ഈ സന്ദേശങ്ങൾ കണ്ടതെന്ന് അവർ മൊഴി നൽകി. ദിലീപും കാവ്യയും തമ്മിലുള്ള അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നതായിരുന്നു പ്രോസിക്യൂഷൻ ആരോപിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ മഞ്ജു ഈ ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്തപ്പോൾ കാവ്യ ദിലീപിന് ബന്ധപ്പെടുമായിരുന്നു എന്നും കോടതി നിരീക്ഷിച്ചു. മഞ്ജു ദിലീപിന്റെ മൊബൈൽ ഫോണിൽ കണ്ടെന്ന് പറയപ്പെടുന്ന ഈ സന്ദേശങ്ങൾ ഒരിക്കലും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന് കോടതി ആവർത്തിച്ചു വ്യക്തമാക്കി. പരിശോധനയ്ക്കിടെ അമേരിക്കയിലെ ഒരു ഷോയുടെ സമയത്ത് ദിലീപ് തന്നെ പതിവായിട്ട് സന്ദർശിച്ചിരുന്നു എന്നുള്ള വാദം കാവ്യ നിഷേധിച്ചു. കൂടാതെ 2012 മെയ് ജൂൺ മാസങ്ങളില് ലണ്ടനിലെ ഒരു ബസ് യാത്രക്കിടെ കാവ്യയുമായിട്ടുള്ള തന്റെ ബന്ധം മഞ്ജുവിനോടും സുഹൃത്തുക്കളോടും എന്തിനാണ് വെളിപ്പെടുത്തിയതെന്ന് ചോദിച്ച് ദിലീപ് അതിജീവിതയെ നേരിട്ടെത്തി ചോദ്യം ചെയ്തുവെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു.
യൂറോപ്യൻ പര്യടനത്തിലെ കലാകാരന്മാരുടെ ഈ ഒരു സംഘത്തിന്റെ ഭാഗമായിട്ട് അവർ ഒരുമിച്ചാണ് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്നാൽ സംഘത്തിലെ മറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ മറ്റൊരാൾ പോലും ശ്രദ്ധിക്കാതെ അത്തരമൊരു ചോദ്യം ചെയ്യൽ സാധ്യത വളരെ കുറവാണെന്ന് കോടതിയും കണ്ടെത്തി. ആരോപിക്കപ്പെട്ട ഈ ഒരു സംഭവത്തിന് ശേഷവും അതിജീവിത ദിലീപിനോടൊപ്പം പരിപാടികളിൽ സഹകരിച്ച് പ്രവർത്തിച്ചു എന്ന് കോടതി നിരീക്ഷിച്ചു. അതിജീവിതയും ദിലീപും അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക പരിപാടിയും നടന്നിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അവർ തമ്മിൽ ആശയവിനിമയം നടക്കേണ്ടതായിരുന്നു എന്ന് കോടതി പറഞ്ഞു. റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് തങ്ങൾ സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു എന്ന് അതിജീവിതയുടെ മൊഴി വിശ്വസനീയമല്ല എന്ന് കോടതി കണ്ടെത്തി. ദിലീപ് അതിജീവിതയുമായിട്ട് സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തിയില്ല എന്ന് ജഡ്ജി നിലപാടെടുത്തു. അതേസമയം തന്നെ ദിലീപ് അതിജീവിതയോട് പകയും വെച്ച് പുലർത്തിയിരുന്നു എന്നും അവരുടെ കരിയർ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നുമാണ് ഇത് സ്ഥാപിക്കാൻ ആശ്രയിച്ച 2012 സംഭവങ്ങളെ കുറിച്ചും കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ച് 2013 നടന്ന അമ്മ റിഹേഴ്സൽ ക്യാമ്പിനെ കുറിച്ചുള്ള തെളിവുകളുമെല്ലാം അത് ഹാജരാക്കുന്നതിൽ ഈ ഒരു പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് കോടതി വിലയിരുത്തി. അതേസമയം തന്നെ ഈ ഒരു കുറ്റകൃത്യം ചിത്രീകരിച്ച മൊബൈൽ ഫോണും സിം കാർഡും യുവതിയുടെ വീട്ടിൽ, അതായത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു മാഡം എന്ന രീതിയിൽ ഇപ്പൊ ചർച്ചാ വിഷയമായല്ലോ, ആ ഒരു യുവതിയുടെ വീട്ടിൽ ഒളിപ്പിക്കാൻ സുനി ആലോചിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നടി ആക്രമിക്കുമ്പോൾ ഓടുന്ന വാഹനത്തിലിരുന്ന് പൾസർ സുനി ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മി ആരാണെന്ന ചോദ്യവുമായി കോടതി. സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപും സംഭവത്തിന് ശേഷവും ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങളും വിളികളും വന്നിരുന്നു. ഇവരെ കേസിൽ സാക്ഷിയാക്കണോ ഫോൺ വിശദാംശങ്ങൾ ശേഖരിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും വിചാരണ കോടതി ചോദിക്കുന്നു. കോടതി സംശയം ഉന്നയിച്ചിരിക്കുന്നത് ഒരു ശ്രീലക്ഷ്മി എന്ന സ്ത്രീയുടെ ഫോണിൽ നിന്ന് പൾസർ സുനിയുടെ ഫോണിലേക്ക് നിരന്തരം കോളുകൾ വരികയും അതോടൊപ്പം തന്നെ മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ 2017 ഫെബ്രുവരി 17 രാത്രിയിലാണ് ഈ സംഭവം. ഈ പൾസർ സുനിയുടെ ഫോണിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ സ്ത്രീയുടെ നമ്പറും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കോളുകൾ വന്നതായും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ ഈ ശ്രീലക്ഷ്മി എന്ന സ്ത്രീയാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആരാണ് ഈ ശ്രീലക്ഷ്മി? അതോടൊപ്പം തന്നെ പൾസർ സുനിയുമായി ഇവർക്കുള്ള ബന്ധം എന്താണ്? എന്തുകൊണ്ടാണ് ഇവരെ ഈ കേസിൽ സാക്ഷിയാക്കുകയോ ഇവരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുകയോ ചെയ്യാത്തത് എന്ന ചോദ്യം കോടതി ഉന്നയിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഇതിന് മറുപടിയായി പറഞ്ഞത് ഈ സ്ത്രീയുടെ ഫോണിൽ അവരുടേതായ ചില സ്വകാര്യ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവരുടെ സ്വകാര്യത മാനിച്ചാണ് ഫോണിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാത്തത് എന്നാണ്. എന്നാൽ കോടതി ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇവരെ സാക്ഷിയാക്കിയില്ല എന്ന ചോദ്യമാണ്. കാരണം ഈ കേസിൽ ഒരു മാഡം ഉണ്ട് എന്ന് പൾസർ സുനി ആദ്യഘട്ടത്തിൽ പറയുന്നു. അത് ഈ പരാതിക്കാരിയായ നടിയും ഇത്തരത്തിൽ സൂചന നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പൾസർ സുനി തന്നോട് ആ രീതിയിൽ പറഞ്ഞു എന്ന് ഈ പരാതിയിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് ഈ മാഡം എന്ന ചോദ്യം അവശേഷിക്കെ ഇത്തരം ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നതിന് ശേഷം ഒരു അന്വേഷണവും അതേക്കുറിച്ച് ഉണ്ടായില്ല എന്നതാണ് കോടതി ഇപ്പോൾ സംശയിക്കുന്നത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനുമായി പിന്നീട് ഈ സ്ത്രീ സംസാരിച്ചതിൽ രേഖകളുണ്ട്. എന്നാൽ ഇവരെ സാക്ഷിയാക്കുകയോ അതോടൊപ്പം തന്നെ ഇവരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങളോ കോടതിയിൽ ഹാജരാക്കില്ല. അതിലാണ് കോടതി ഇപ്പോൾ കുറ്റകൃത്യം നടന്ന 2017 ഫെബ്രുവരി 17 പൾസർ സുനി യുവതിയെ പലവട്ടം ഫോണിൽ വിളിച്ചെന്നും മെസ്സേജ് അയച്ചു എന്നുള്ള പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇവരെ സാക്ഷിയാക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വിധിന്യായത്തിൽ കോടതി ആരാഞ്ഞിരുന്നു. യുവതിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കുറ്റകൃത്യത്തെ കുറിച്ച് അവർക്ക് അറിവില്ല എന്നുള്ള നിഗമനത്തിലാണ് അവർ കേസിൽ സാക്ഷിയാക്കാതിരുന്നതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനാകാതെ നടൻ ദിലീപിനെ വെറുതെ വിട്ടതിന്റെ കാരണമായിട്ട് പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നിടത്താണ് ഈ ഒരു സുനിയുടെ സുഹൃത്തായിട്ടുള്ള യുവതിയെ പറ്റി പറയുന്നത്. കുറ്റകൃത്യം നടന്ന ദിവസം വൈകിട്ട് 6:22 മുതൽ 7:59 വരെ 6 തവണ സുനി യുവതിയെ വിളിച്ചിരുന്നു. അന്ന് രാത്രി 9:03 മുതൽ 9:56 വരെ 7 മെസ്സേജുകളും യുവതിയുടെ ഫോണിൽ നിന്ന് സുനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിന്റെ വീഡിയോ ചിത്രീകരിച്ചതും രാത്രി 10:30 മുതൽ 10:48 വരെയാണ്. അതായത് കുറ്റകൃത്യത്തിന് അരമണിക്കൂർ മുൻപ് സുനിക്ക് യുവതിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേസമയം നടിയെ ആക്രമിച്ച ഈ കേസിലെ 1-ാം പ്രതി പൾസർ സുനി കുറ്റകൃത്യം നടന്ന ദിവസം ഫോണിൽ വിളിച്ച് യുവതിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്നും ഭർത്താവ് പറയുന്നുണ്ട്. 3-4 ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് മൊഴിയെടുത്തിരുന്നു എന്നും അന്ന് സുനിയുമായിട്ട് സംസാരിക്കാൻ ഉപയോഗിച്ച ഫോണും സിം കാർഡും പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നും ഫോൺ ഇതുവരെ തിരിച്ചു കിട്ടിയില്ല എന്നായിരുന്നു ഭർത്താവ് പറഞ്ഞത്. പൾസർ സുനി നേരിട്ട് എഴുതി കഥ, അയാൾ അത് എഴുതി ചേർത്തിരിക്കുന്നത് തന്റെ പൈസ ഇനി ഞങ്ങൾക്ക് വേണ്ടടോ എന്നാണ്. എല്ലാവരും പറഞ്ഞു കോൺസ്പിറസിക്ക് തെളിവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ബിപിൻ ലാൽ നേരിട്ട് വന്ന് കോടതിയിൽ പറഞ്ഞു, ഞാൻ എഴുതിയ കത്താണ്, സുനിൽ പറഞ്ഞിട്ടാ ചെയ്തത്. ഡയറക്റ്റ് എവിഡൻസ് എവിടെ നിന്ന് വേണമെന്ന് വക്കീലന്മാര് പറയണം. ബിപിൻ ലാലിനെ കൊണ്ടാണ് ആദ്യത്തെ കത്ത് ഈ പൾസർ സുനി എഴുതിക്കുന്നത്, ദിലീപേട്ട എന്ന് തുടങ്ങുന്ന കത്ത്. അതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ചെയ്ത പണിയുടെ പ്രതിഫലം വ്യക്തമാണ്, വ്യക്തം. എന്താ കോടതി പറയുന്നത്? അത് നിങ്ങൾ ജഡ്ജ്മെന്റ് വായിച്ചു. അത് എന്റെ തെളിവാണ് ഞാൻ പറയുന്നത്, ജഡ്ജ്മെന്റിനെ ഞാൻ പറയണില്ല. ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചു, എല്ലാവരും കാര്യമുണ്ടല്ലോ. രണ്ടാമത്തെ കത്ത് പൾസർ സുനി നേരിട്ട് എഴുതിയ കത്താണ്. അപ്പൊ അയാൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ടാണ് അന്ന് ബിപിൻ ലാലിന്റെ എഴുതിച്ചു. രണ്ടാമത്തെ കത്ത് എഴുതുമ്പോ ബിപിൻ ഇല്ലല്ലോ, ഇയാൾ തന്നെ കത്ത് എഴുതാം. ഒരു ക്രിമിനൽ ആയാലും, ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണെങ്കിലും ആൾക്കൊരു ഇന്റഗ്രിറ്റി ഉണ്ട്. അയാൾ അത് എഴുതി ചേർത്തിരിക്കുന്നത് തന്റെ പൈസ ഇനി ഞങ്ങൾക്ക് വേണ്ടടോ എന്നാണ്. എല്ലാവരും പറഞ്ഞു കോൺസ്പിറസിക്ക് തെളിവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ബിപിൻ ലാൽ നേരിട്ട് വന്ന് കോടതിയിൽ പറഞ്ഞു, ഞാൻ എഴുതിയ കത്താണ്, സുനിൽ പറഞ്ഞിട്ടാ ചെയ്തത്. ഇതിൽ കൂടുതൽ ഡയറക്റ്റ് എവിഡൻസ്, ഇൻഡയറക്റ്റ് എന്നല്ല, അത് ഡയറക്റ്റ് എവിഡൻസ് എവിടെ നിന്ന് വേണമെന്ന് വക്കീലന്മാര് പറയണം. ആ എവിഡൻസ് കണ്ടിട്ട് സുനിൽ ഇങ്ങനെ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതില്ല എന്നാ പറയണം. ആര് പറയണ? എന്താണ് എവിഡൻസ് എടുക്കണതിന്റെ കാര്യം? ഈ ഹാൻഡ് റൈറ്റിംഗ് എന്റെ ആണോ നിങ്ങളുടെ ആണോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാ? അത് ഫോറൻസിക് ലാബിലേക്ക് വിട്ടു, ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിലേക്ക്. ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് ഇത് ഈ ആളുടെ തന്നെയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ പറയണേ, ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാൻ പറ്റുമോ എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ കോടതിക്കോ പ്രതിഭാഗം വക്കീലിനോ ഇത് വേറെ ഏതെങ്കിലും ലാബിലേക്കോ ഒരു സ്വകാര്യ ലാബിലേക്കോ അയച്ച് ഇയാളുടേതല്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് സ്വീകരിക്കാം, അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ പറയും? സൗന്ദര്യം കണ്ടാണോ ഇയാളുടെ എന്ന് പറയണത്? ഈ കൊടുക്കുറ്റവാളിയാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ചിലപ്പോൾ നല്ലതായിരിക്കും, അല്ലേ? കുഞ്ഞു രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഈ സദസ്സിനെയാണ് എനിക്ക് വിശ്വാസം. എനിക്ക് അത്രമേൽ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ അത്രമേൽ ഒറ്റയ്ക്കായിരുന്നു. കരയാൻ പോലും എനിക്ക് കഴിയാത്ത നിലയിൽ ഞാൻ അത്രമേൽ വേദനാജനകമായിരുന്നു. അത് ആ പെൺകുട്ടിയുടെ ഓരോ ദിവസം ഞാനുമായുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഞാൻ ആകെ തകർന്നു പോയിരുന്നു. അവർക്ക് എന്തുമാത്രം ശക്തി നമ്മുടെ ഈ കൂടിച്ചേരൽ നൽകുമെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുക തന്നെ. നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിനെതിരായിട്ടുള്ള ഈ ഒരു ഗൂഢാലോചന തെളിയാതെ പോയതിന് കാരണമായിട്ട് വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയതും ഈ ഒരു തെളിവുകളുടെ അഭാവം തന്നെയാണ്. പ്രോസിക്യൂഷൻ ഗൂഢാലോചന വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കിയില്ല. കേസ് അന്വേഷണത്തിലെ വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേസിലെ ബാലചന്ദ്രകുമാറിനെയാണ് ഗൂഢാലോചന കേസിലെ സാക്ഷിയായിട്ട് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത്. എന്നാൽ ഇതൊന്നും കോടതി വിശ്വസിച്ചില്ല. ദിലീപിനെതിരായിട്ടുള്ള ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ തെളിയിക്കാൻ അന്വേഷണ സംഘം സാക്ഷികളെ കെട്ടിച്ചമച്ചു എന്നും ഗൂഢമായിട്ടുള്ള ഇടപെടൽ നടത്തിയെന്നുമാണ് വിചാരണ കോടതി കണ്ടെത്തിയത്. ജയിലിലെ ദിലീപ് ബാലചന്ദ്രകുമാർ കൂടിക്കാഴ്ചയിലെ നിർണായക സാക്ഷിയാക്കി ഉൾപ്പെടുത്തിയ ആള് ബധിരനും മൂകനുമാണ് എന്ന് കണ്ടെത്തിയതോടെ ദിലീപിനെതിരായിട്ടുള്ള നിർണായക തെളിവുകളെന്ന് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ശബ്ദ സാമ്പിളുകൾക്കും വിശ്വാസ്യതയില്ല എന്ന് കാര്യകാരണങ്ങൾ സഹിതം വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ സമാനതകളില്ലാത്ത കൃത്യവിലോപവും വീഴ്ചകളുമാണ് ഈ ഒരു വിധിയിൽ അക്കമിട്ട് നിർത്തുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനമാണ് ബാലചന്ദ്രകുമാർ എപ്പിസോഡിലെ സാക്ഷി ഫ്രാൻസിസ് സേവ്യർ. ബാലചന്ദ്രകുമാർ ദിലീപിനെ ജയിലിൽ പോയി കണ്ടതിന് സാക്ഷിയായിരുന്നു ഈ ഒരു റിമാൻഡ് തടവുകാരനായിട്ടുള്ള ഫ്രാൻസിസ്. ദിലീപിനെ കാണാൻ ചെന്നപ്പോൾ ഫ്രാൻസിസ് സേവ്യറുമായിട്ട് താൻ സംസാരിച്ചുവെന്നും മുഖ്യമന്ത്രിക്ക് ബാലചന്ദ്രകുമാർ അയച്ച പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. തന്റെ സിനിമയെക്കുറിച്ചടക്കം ദിലീപ് സംസാരിച്ചിരുന്നതായും ഇയാൾ പറഞ്ഞതായും ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലുണ്ട്. എന്നാൽ കുറ്റപത്രത്തിൽ ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ഇതിന്റെ കാരണം തേടിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയില്ല. എന്നാൽ ഫ്രാൻസിസ് സേവ്യർ ബധിരനും മൂകനുമാണ് എന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസും ബാലചന്ദ്രകുമാറും ഈ ഒരു ക്രോസ് വിസ്താരത്തിൽ സമ്മതിച്ചു. ഫ്രാൻസിസ് സേവ്യർ ആ ദിവസം ജയിലിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്താൻ ജയിലിൽ രേഖകൾ പരിശോധിക്കുന്നതിനാൽ ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ടു. ഈ ഒഴിവാക്കൽ മനഃപൂർവ്വമെന്ന് ഇത് കെട്ടിച്ചമച്ച തെളിവെന്നും കോടതി വിലയിരുത്തി. ദിലീപ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കണ്ടതടക്കം സ്ഥാപിക്കാൻ ബാലചന്ദ്രകുമാർ ടാബിൽ റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്പുകളാണ് പ്രോസിക്യൂഷൻ തെളിവായിട്ട് സമർപ്പിച്ചത്. വോയിസ് ക്ലിപ്പുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പരിശോധനയിൽ കൃത്യമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ കോടതി നിരീക്ഷിച്ചു. കാര്യമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ ഈ ഒരു കോടതി നിരീക്ഷിച്ചു. 2017 നവംബർ 15 റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്ന ശബ്ദരേഖകൾ പെൻ ഡ്രൈവിൽ പരിശോധിച്ചപ്പോൾ 2022 ജനുവരി 2 നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. ദിലീപിന്റെ സുഹൃത്ത് ബൈജു സംസാരിക്കുന്നത് കേട്ടാണ് താൻ റെക്കോർഡിംഗ് ആരംഭിച്ചതെന്ന് ബാലചന്ദ്രകുമാർ മൊഴി നൽകിയെങ്കിലും ക്ലിപ്പിൽ ബൈജുവിന്റെയോ ബാലചന്ദ്രകുമാറിന്റെയോ ശബ്ദമില്ല. ദൃശ്യങ്ങൾ കണ്ട ടാബിലെ ശബ്ദവും പതിഞ്ഞിട്ടില്ല. ഇതും കൂടാതെ പങ്കുവച്ച ഓഡിയോ ക്ലിപ്പുകളുടെ എണ്ണത്തിലും അന്തരവും കണ്ടെത്തി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ക്ലിപ്പുകൾ 18 എങ്കിൽ മഹസറിൽ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയത് 29 ക്ലിപ്പുകൾ. ഇതെല്ലാം റെക്കോർഡ് ചെയ്ത ഉപകരണം കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അതുമാത്രമല്ല 6 ഉപകരണങ്ങളിലൂടെ ശബ്ദ ക്ലിപ്പുകൾ കൈമാറിയെങ്കിലും ഇതും കോടതിയിൽ എത്തിയിട്ടില്ല. ഓഡിയോ ക്ലിപ്പുകൾ അടങ്ങിയ പെൻഡ്രൈവ് 2021 നവംബറിൽ തന്റെ കയ്യിലുണ്ടെന്ന് ബാലചന്ദ്രകുമാർ മൊഴി നൽകിയെങ്കിലും ഉപകരണം ഹാജരാക്കിയത് ഈ ഒരു 2022 ജനുവരി 3 മാത്രം.
ഇലക്ട്രോണിക് തെളിവുകൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും കോടതി ഗുരുതരമായിട്ടുള്ള പിഴവുകൾ കണ്ടെത്തി. ചുരുക്കത്തിൽ വോയിസ് ക്ലിപ്പുകൾ കൈകാര്യം ചെയ്ത രീതിയും ഉപയോഗിച്ച ഉപകരണങ്ങളുടെ അവ്യക്തത, സർട്ടിഫിക്കറ്റിലെ വൈരുദ്ധ്യങ്ങൾ, ഒറിജിനൽ ഫയലുകൾ ഹാജരാക്കാത്തത് എന്നിവ പ്രോസിക്യൂഷൻ ഈ ഒരു കേസിന് തിരിച്ചടിയാകുന്ന ഘടകങ്ങളായിട്ട് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ദിലീപും പൾസർ സുനിയും ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും വിധിയിലുണ്ട്. ദിലീപ് പൾസർ സുനിക്ക് 3 തവണ പണം നൽകിയെന്നും ഈ ഒരു വാദത്തിനും തെളിവില്ല. പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ എത്തിയ പണം ദിലീപ് നൽകിയതാണെന്ന് തെളിയിക്കാനും സാധിച്ചിട്ടില്ല. നാദിർഷ പൾസർ സുനിക്ക് പണം നൽകിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ട്. 2015 നവംബർ 1 തൃശൂരിലെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് ദിലീപ് പൾസർ സുനിയെ കണ്ടിരുന്നു. ഈ വേളയിൽ 10,000 രൂപ നൽകിയെന്നും തൊട്ടടുത്ത ദിവസം 1 ലക്ഷം നൽകി ഈ തുക സുനി അമ്മയുടെ അക്കൗണ്ടിൽ ഇട്ടു. 2016 സെപ്റ്റംബർ 26 ദിലീപിന്റെ സുഹൃത്ത് നാദിർഷ തൊടുപുഴയിൽ വെച്ച് 30,000 രൂപ സുനിക്ക് നൽകിയെന്നും ഇതാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം. സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിലും അത് ദിലീപ് നൽകിയതാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് കോടതി കണ്ടെത്തി. മറ്റു വാദങ്ങൾ തെളിവ് നൽകാനും പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ദിലീപിന് നടിയോട് വിരോധമുണ്ട് എന്ന് തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി വിലയിരുത്തി. ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് തെളിവില്ല എന്ന് കോടതി വ്യക്തമാക്കി. ദിലീപ് പൾസർ സുനിയെ കണ്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ മുകേഷ് ഉൾപ്പെടെ നൽകിയ മൊഴികളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. മുകേഷിന്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി. സിനിമാ സെറ്റിൽ പൾസർ സുനി ദിവസവും വന്നു പോകുകയാണ് ചെയ്തത്. ഇത് മുകേഷ് മൊഴി നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് മുകേഷ് മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴികളിലെ അവ്യക്തത തന്നെയാണ് പ്രോസിക്യൂഷന് തിരിച്ചടിയായത്. ലക്ഷ്യയിൽ പൾസർ സുനി പോയതിനും ഹാജരാക്കിയ തെളിവ് പര്യാപ്തമല്ല എന്ന് കോടതി വിലയിരുത്തി. എന്നാൽ തെളിവുകൾ പര്യാപ്തമാണെന്നും അവ മേൽക്കോടതിയിൽ ഹാജരാക്കുമെന്നുമാണ് പ്രോസിക്യൂഷൻ പറയുന്നത്.